PM ശ്രീയുടെ പുതിയ അപ്ഡേറ്റുകൾ കാണുമ്പോൾ ജനങ്ങളോട് കള്ളം പറയുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനും UDF സർക്കാരും നിർത്തണം എന്നാണ് പറയാനുള്ളത്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പുറത്തുപോകാൻ കഴിയില്ല. നേരത്തെയുള്ള സർക്കാർ ഒപ്പിട്ട് കഴിഞ്ഞതാണ്. ഇനി മുന്നോട്ട് പോകാതെ ഒരു രക്ഷയുമില്ല എന്നാണ് കഴിഞ്ഞ 1-2 മാസമായി സർക്കാർ പറയുന്നത്. അതിനൊപ്പം തന്നെ PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞ സർക്കാർ 90 കോടിയോളം രൂപ കൈപ്പറ്റിയിരുന്നെന്നും 2 മാസമായി കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ പറയുന്നു. എന്നാൽ അങ്ങനെയാണോ കാര്യങ്ങൾ? അല്ല. ഈ പദ്ധതിയിൽ ഒപ്പിടാത്ത സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ പിന്മാറുന്ന സംസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് PM ശ്രീ പദ്ധതിയിൽ നിന്ന് പണം ലഭിക്കില്ല എന്ന കുഴപ്പമേ ഉള്ളൂ. ഇത് കേന്ദ്ര സർക്കാർ തന്നെ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഒരു സർക്കാരിന് PM ശ്രീയിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അതിന് സാധിക്കുമെന്ന് സാരം. UDFന്റെ MP ആയ അബ്ദുൽ വഹാബിന്റെ ചോദ്യത്തിനാണ് ഈ മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ മറുപടി മുഖ്യമന്ത്രി വി.ഡി. സതീശനും സർക്കാരിനും കൂടി ബാധകമാണ്. പിന്നെ എന്തിനാണ് ജനങ്ങളോട് കള്ളം പറയുന്നത്? കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല എന്ന കള്ളം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് അല്ലേ? മുസ്ലിം ലീഗിന്റെ തന്നെ KM ഷാജിയാണ് അത് പറഞ്ഞത്. അതിന്റെ നേതാക്കന്മാർ ഇപ്പോ ഇല്ലേ? UDF യോഗത്തിൽ എന്തെങ്കിലും നിങ്ങൾ മിണ്ടിയോ എന്ന് ഏതെങ്കിലും ഒരു അണി ചോദിച്ചാൽ എന്തെങ്കിലും ഉത്തരം നൽകാനുണ്ടോ? അല്പമെങ്കിലും ഭയം വേണ്ടേ? അതൊന്നുമില്ലാതെ വ്യാജം കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ലതല്ല. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം കവർന്നെടുക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുമുള്ള ഒരു പദ്ധതിയാണ് PM ശ്രീ എന്ന് ഇടതുപക്ഷവും കോൺഗ്രസും ഒരുപോലെ കരുതുന്നുണ്ട്. വലിയ ശബ്ദത്തിൽ ലീഗും ഈ പദ്ധതിയെ നേരത്തെ എതിർത്തതാണ്. പക്ഷേ ഇപ്പോൾ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത മുന്നിലുണ്ടായിട്ടും എന്തിനാണ് കളവ് പറഞ്ഞ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കോൺഗ്രസും ലീഗും UDFും എടുക്കുന്നത്? അത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി പരിഗണിച്ചാണ് എന്നത് യാഥാർത്ഥ്യം. ധനസ്ഥിതിയാണോ അതല്ല നിലപാടാണോ പ്രധാനപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ അപ്പുറത്ത് കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏർപ്പാട് മുഖ്യമന്ത്രിയെങ്കിലും ഉപേക്ഷിക്കണം. ഇതാണ് വിമർശകർ ഉന്നയിക്കുന്ന പ്രധാന കാര്യം. കഴിഞ്ഞ സർക്കാർ സമയത്ത് PM ശ്രീ ഒപ്പിട്ടപ്പോൾ അതിരൂക്ഷമായി എതിർത്ത് CPM BJP ഡീൽ എന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷമാണ് ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിടാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അന്ന് അവർ PM ശ്രീക്കെതിരെ എടുത്തിരുന്ന നിലപാടുകളെല്ലാം തന്നെ ഇപ്പോൾ ചവറ്റുകുട്ടിയിലേക്ക് എറിഞ്ഞ നിലയിലാണ്. ഗാന്ധിയെയും നെഹ്റുവിനെയും എടുത്തുകളയുന്ന PM ശ്രീയെ അറബിക്കടലിൽ എറിയുമെന്നാണ് KM ഷാജി പറഞ്ഞത്. ഇപ്പോൾ ട്രോളന്മാർ ചോദിക്കുന്നത് അറബിക്കടലിലെ വെള്ളം വറ്റിപ്പോയോ എന്നാണ്.